കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സജീവമായി കടക്കുകയാണ്. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗം ഇന്ന് ചേരും. ജില്ലാ കളക്ടർമാരും പോലീസ് മേധാവികളും യോഗത്തിൽ പങ്കെടുക്കും. സീറ്റ് വിഭജന ചർച്ചകൾ LDF വേഗത്തിലാക്കുകയാണ്. ഉഭയകക്ഷി ചർച്ചകളുടെ തീയതി തീരുമാനിക്കാൻ ഇന്ന് LDF യോഗം ചേരുന്നുണ്ട്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ നിർണായക യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഇന്നലെ എത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഇന്ന് ചേരുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ എന്തൊക്കെയാണ്? അതേസമയം സീറ്റ് ചർച്ചകളുമായി വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് മുന്നണികൾ. റീജിത്ത്, കീർത്തന, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ ഇന്ന് തലസ്ഥാനത്ത് നടക്കുകയാണ്. അതിലൊന്ന് കോൺഗ്രസിന്റെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ നിർണായക യോഗമാണെന്ന് KPCC ആസ്ഥാനത്ത് നടക്കുന്നത്. അതിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലായിരിക്കും ഈ യോഗം നടക്കുക. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് രൂപീകരിച്ച പ്രധാനപ്പെട്ട സമിതികളിൽ ഒന്ന് തന്നെയാണ് ഈ രമേശ് ചെന്നിത്തലയെ അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി. ഇതിന്റെ സഹാധ്യക്ഷൻ ശശി തരൂരാണ്. ഏറ്റവും നിർണായകമായി യുവാക്കളെ അടക്കം കയ്യിലെടുക്കാനുള്ള നീക്കമായിട്ട് കൺവീനർ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പലിനെ തീരുമാനിച്ചുകൊണ്ടാണ് ഈ പ്രചാരണ സമിതി രൂപീകരിച്ചത്. എന്തായാലും 10 അംഗങ്ങൾ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് ഈ സമിതിയിൽ എന്തായാലും ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇപ്പോൾ പുതുയുഗ യാത്രയൊക്കെ നടക്കുന്നുണ്ട്. അതിലപ്പുറം ഇനി വരാനിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ആ അടക്കം കാര്യങ്ങളെല്ലാം ഇന്ന് എന്തായാലും ചർച്ചയാകും. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കം ഒരു പുതിയ വേറിട്ട രീതിയിലുള്ള ഒരു പ്രചരണ രീതി തന്നെയാണ്. ആ തലത്തിൽ പ്രചരണ രീതി എങ്ങനെ മാറ്റിയെടുക്കണമെന്നുള്ള കാര്യങ്ങളിലൊക്കെയും ഇന്നത്തെ യോഗത്തിൽ എന്തായാലും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇത്തരത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്നതിനപ്പുറം ഈ 2 തവണ പിണറായി സർക്കാർ വന്നിട്ടുണ്ട്. ഇനി 3ാം ഘട്ടം ഒരു LDF സർക്കാർ കേരളത്തിൽ എത്തണ്ട എന്ന തരത്തിലേക്കുള്ള ചർച്ചകളായിരിക്കും നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിനെതിരെയുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം ചർച്ചയാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരു നീക്കമാണ് നിലവിൽ കോൺഗ്രസ് നടത്തിവരുന്നത്. ഏറ്റവും ഒടുവിൽ വിവാദത്തിലായിരിക്കുന്ന ഇതിനോടകം തന്നെ സജീവമായ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചിലയിടങ്ങളിലെങ്കിലും ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. LDF കൂടി ചർച്ചകൾ സജീവമാക്കുകയാണ്. നേരത്തെ മത്സരിച്ച സീറ്റുകൾക്കപ്പുറത്തേക്ക് ഒരു സീറ്റും ഘടകകക്ഷികൾക്ക് അധികമായി നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് CPIM എത്തി നിൽക്കുകയാണ്. അത് ഘടകകക്ഷികൾ അംഗീകരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ചില സീറ്റുകൾ വേണം എന്നുള്ള ആവശ്യമൊക്കെ CPIM-നുണ്ട്. പക്ഷേ അതൊക്കെ പിന്നീട് കോംപ്രമൈസ് ആകാനാണ് സാധ്യത എന്നാണോ കരുതുന്നത് അരുൺ സോളമൻ? റീജിത്ത്, ആ തലത്തിലുള്ള ചർച്ചകളാണ് ഇന്നിപ്പോൾ AKG സെന്ററിൽ 11 മണിക്ക് നടക്കുക. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഇപ്പോൾ ഈ മേഖലാ ജാഥകളടക്കം എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകാം. ഏറ്റവും പ്രധാനപ്പെട്ട LDF-നെ സംബന്ധിച്ച് ഇന്ന് ഈ പ്രകടന പത്രിക കമ്മിറ്റി തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തെരഞ്ഞെടുത്ത് ഒരു 3ാം ഘട്ടം പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, LDF സർക്കാരിനെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം എന്തായാലും LDF-നെ സംബന്ധിച്ചുണ്ട്. അതിൽ നിർണായകമായിട്ടുള്ള തീരുമാനമായിരിക്കും LDF-ന്റെ യോഗത്തിലെടുക്കുക. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഘടകകക്ഷികൾക്ക് ഇനി അധികമായി സീറ്റ് നൽകണ്ട എന്നുള്ളൊരു തീരുമാനം CPM-നുണ്ട്. എന്തായാലും ആ ഒരു പിടിവാശിയിലേക്ക് പോകുമെങ്കിൽ തന്നെയും എന്തായാലും അവസാന ഘട്ടത്തിൽ എന്തായാലും ഒരു കോംപ്രമൈസിന് CPM എന്തായാലും തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ തന്നെ മാണി വിഭാഗത്തെ അടക്കം, പ്രത്യേകിച്ച് ഈ ജോസ് കെ മാണി വിഭാഗത്തെ കൈവിട്ടു പോകുന്നുള്ളൊരു ഘട്ടത്തിലൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളായിരിക്കും എന്തായാലും ഉണ്ടാവുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സീറ്റുകൾ നൽകിക്കൊണ്ടുള്ള ഒരു രീതിയിലായിരിക്കും LDF മുന്നോട്ട് പോകുക. ഏറ്റവും പ്രധാനമായും ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും LDF ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും അത് ഏത് തലത്തിലായിരിക്കണം ഈ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള മേഖലാ തലത്തിലുള്ള ഈ യോഗങ്ങൾ, ആ തരത്തിലുള്ള ജാഥകളൊക്കെയും എത്രത്തോളം സ്വീകാര്യമായിരുന്നു, ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് LDF വിട്ടുപോകുന്നു അല്ലെങ്കിൽ CPM വിട്ടുപോയിട്ടുള്ള ആദ്യഘട്ടത്തിൽ അങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ എത്തിയിരുന്നു. എന്തായാലും ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ഏത് രീതിയിൽ ഈ ഭരണം ഇനി തുടർന്ന് വീണ്ടും കൊണ്ടുപോകാം എന്ന തരത്തിലായിരിക്കും എന്തായാലും ചർച്ചയുണ്ടാവുക. എന്തായാലും ഈ പ്രതിസന്ധിയിലായിട്ടുള്ള ശബരിമല വിഷയം തന്നെയാണ്. അത് എങ്ങനെ മറികടക്കാം നടക്കാം എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് കേരളം. തെരഞ്ഞെടുപ്പ് പ്രതിനിധികൾ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഇന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ എത്തിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും ചർച്ചകൾ നടക്കും. അജണ്ടകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തും. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.